ഗോഡ്. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ ഹാർദവുമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാസ്തവമായും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് കടങ്ങിപ്പോകാൻ എല്ലാവരെയും സഹായിക്കുന്നതിന് വേണ്ടി, ശക്തീകരിക്കുന്നതിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. How great is our God? Sing with me, how great is our God? ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. നല്ല രാത്രി ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൻ്റെ പ്രഥമ രാത്രിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രഥമ രാത്രിയിൽ തന്നെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ. നിങ്ങളുടെ സാന്നിധ്യം വലിയ അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇവിടുത്തെ പ്രിയപ്പെട്ടവർ എനിക്ക് തന്ന എല്ലാ സർപ്രൈസിനുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വളരെ പെട്ടെന്ന് തിടുക്കത്തോടെ ദൈവവചനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസം റാസൽ കൈമയിൽ നമുക്കായിരിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവ് അതിശക്തിയോടെ അവിടെ പ്രവർത്തിച്ചു. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാമത് വലിയ ദൈവിക വിടുതലായി തീർന്നു. ആമേൻ. ഇന്ന് രാത്രിയിലും നാളെയും മറ്റന്നാളും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ നാം സംസാരിക്കാൻ പോവുകയാണ്. ആമേൻ. പറഞ്ഞ പരിശുദ്ധാത്മാവ്. ആ വിഷയമാണ് ഇന്നും നാളെയും മറ്റന്നാളും നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശക്തിയേറിയ ആത്മപകർച്ചകൾ ഇതിന് നടുവിൽ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും കർത്താവിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ തലമുറയിൽ ആമേൻ, കർത്താവ് ആ നിലയിൽ നമ്മളെ നടത്തട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ദിവസങ്ങൾ അഭിഷേകം പ്രാപിക്കാനുള്ള അഭിഷേകം പ്രാപിക്കണം. മങ്ങിക്കിടക്കുന്ന അഭിഷേകം ചിലരുടെ അകത്ത് ജ്വലിക്കണം. കർത്താവിൻ്റെ കൃപയാൽ നാം എല്ലാവരും ഒരുമിച്ച് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ഇന്ന് രാത്രിയിൽ ഞാൻ ആമേൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നാളെയും മറ്റന്നാളും എല്ലാം ആ വിഷയങ്ങളെ കണ്ടിന്യൂ ചെയ്യും. നാളെ നമുക്കിതിലും വലിയ വിശാലമായ ഹോളാണ്. അതുകൊണ്ട് ഇന്ന് ആൾ ഞെരുങ്ങിയിരിക്കുന്നത് കൊണ്ട് നാളെ നിങ്ങൾ വരാതിരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഴിയുമെങ്കിൽ ദയവായി ഈ കൂട്ടങ്ങളിൽ സംബന്ധിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയം വളരെ ശാന്തമായി നമുക്ക് തുടങ്ങാം. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവ് നമ്മളൊരു പരിമിതിയും ഒരളവും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടു കിടക്കുന്ന ഒരു വിഷയമാണ്. ഇത് കർത്താവായ യേശുവിന് നന്നായിട്ട് അറിയായിരുന്നു ഈ വിഷയം തെറ്റിദ്ധരിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് യേശു ആരംഭത്തിലേ പറഞ്ഞു, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും പിതാവ് ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന് ക്ഷമിക്കത്തില്ല. ഇത് കർത്താവിന് അറിയാമായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ ഒട്ടും സമയം കളയാതെ 1-2 കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ആത്മപകർച്ചകളോടെ നടക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്ന്, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ആളുകളായി മാറണം. ആമേൻ. സുവിശേഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രക്ഷയുടെ സുവിശേഷമുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷമുണ്ട്. എന്ന് പറഞ്ഞ രക്ഷയുടെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം. നമ്മളിൽ പലരും രക്ഷയുടെ സുവിശേഷത്തിൻ്റെ ആളുകളാണ്. ആമേൻ. എന്നാൽ ഈ രക്ഷയുടെ സുവിശേഷത്തിൽ കൂടെ നിങ്ങളെ രാജ്യത്തിൻ്റെ സുവിശേഷകന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ആമേൻ. നമ്മുടെ വേദികളെല്ലാം പ്രസംഗിക്കപ്പെടുന്ന രക്ഷയുടെ സുവിശേഷമാണ്. രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ പ്രധാനമായും ആ യോഗം കഴിയുമ്പോൾ നമ്മൾ എത്ര പേർ രക്ഷിക്കപ്പെട്ടു, എത്ര പേർ സഭയോട് ചേർന്നു, ഇത്ര മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു വിലയിരുത്തലുകളുള്ളൂ. ആമേൻ. ഒരു കൂട്ടം കഴിഞ്ഞാൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടു, എത്ര പേർ സ്നാനപ്പെട്ടു, ഇതാണ് ഈ രക്ഷയുടെ സുവിശേഷം കൊണ്ട് നാം പ്രധാനമായും അവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും രക്ഷയുടെ സുവിശേഷം യേശു പ്രസംഗിച്ചിട്ടില്ല. യേശു പ്രസംഗിച്ചിടത്തെല്ലാം രാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു പ്രസംഗിച്ചത്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ വിഷയത്തെ ക്ലാരിഫൈ ചെയ്തോളാം. ആമേൻ. യേശു എല്ലായിടത്തും ചെന്ന് പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആമേൻ. മറ്റൊരു ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് ജനത്തെ കയറ്റാനായിരുന്നു ദൈവത്തിൻ്റെ പ്രസംഗം. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു രാജ്യത്വത്തിൻ്റെ കീഴിലേക്ക്, മറ്റൊരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് ഈ മനുഷ്യനെ കയറ്റുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആമേൻ.
എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഒരു സഭായോഗം കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നിൽക്കുന്ന ഒരു വിശ്വാസിയായി തീരാതെ ഈ രാജ്യവും വഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. ആമേ, ഹല്ലേലൂയ. നമ്മുടെ സ്കൂളുകളിൽ ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ ബിസിനസ്സുകളിൽ ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കോളേജുകളിൽ ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. അപ്പം രക്ഷിക്കപ്പെട്ട ആമേൻ രാജ്യത്തിൻ്റെ വക്താക്കളായി നിങ്ങളെ മാറ്റുന്നത് രക്ഷയുടെ സുവിശേഷത്തിൽ കൂടെയാണ്. ആമേൻ. രക്ഷയുടെ സുവിശേഷം ഇല്ലാതെ രാജ്യത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആമേൻ ഭയങ്കര സന്തോഷമാണ്, അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. അവർക്ക് നമ്മൾ ഇവരെല്ലാവരെയും പാസ്റ്റർമാരാക്കാൻ ശ്രമിക്കരുത്. ആമേൻ. അവർ സ്കൂളിലോ കോളേജിലോ എവിടെയോ പൊക്കോട്ടെ. ആമേൻ. അവരുടെ അകത്ത് രാജ്യമുണ്ടായാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രസംഗിച്ചത് എല്ലാവരും ഇങ്ങോട്ട് വാ നമ്മൾ പ്രസംഗിച്ചത്. പക്ഷെ യേശു പറഞ്ഞു നിങ്ങൾ പോകാനാണ് പ്രസംഗിച്ചത്. ആമേൻ. രാജ്യത്തിൻ്റെ സുവിശേഷം ഒരു സഭയ്ക്ക് മനസ്സിലായാൽ ആ സഭ മിഷനിൽ ആമേൻ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. രാജ്യത്തിൻ്റെ സുവിശേഷം ഒരു വ്യക്തിക്ക് മനസ്സിലായാൽ അവൻ്റെ ജീവിതം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ചിലർക്ക് രാജ്യത്തിൻ്റെ സുവിശേഷം, അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടങ്ങളിൽ കൂടെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എത്ര പേർ രക്ഷിക്കപ്പെട്ടു അങ്ങനല്ല ഈ കൂട്ടങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്ത. ആമേ, എത്ര പേർ രക്ഷിക്കപ്പെട്ടു, എത്ര പേർ സ്നാനപ്പെട്ടു, അങ്ങനെ ഒരു ചിന്തയ്ക്കകത്ത് നിന്നല്ല ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ചിലരുടെ അകത്ത് ദൈവരാജ്യത്തെ ഇടാൻ വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. ആമേ, ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവരാജ്യത്തിൻ്റെ ആളായി മാറാൻ? ആമേ, ഹല്ലേലൂയ. രാജ്യത്തെ വഹിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആമേ. അങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, വീടുകളിലെല്ലാം ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഇറങ്ങി വരും നിങ്ങൾ കാണാനിടയായി തരും. ആമേൻ. ശ്രദ്ധിച്ചാട്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി, ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തികളാണല്ലോ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് വായിക്കുമ്പോൾ ഒന്നും ദൈവാത്മാവ് യാദൃച്ഛിക പറഞ്ഞിട്ടില്ല. ആമേൻ. പറയാൻ വേണ്ടി പറഞ്ഞു ഒന്നും, എല്ലാം ദൈവം പ്രീ പ്ലാൻഡ് ആയിരുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും. ആമേൻ. ആത്മനിയോഗത്തോടെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് ഒരു വലിയ ബ്രേക്ക് ത്രൂ, സത്യത്തിൽ ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ഒരു വലിയ ബ്രേക്ക് ത്രൂ ലഭിക്കുന്ന അധ്യായം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായമാണ്. കാരണം അവിടെ പരിശുദ്ധാത്മാവ് പൗലോസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നോണ്ടോ പറയുന്നത്? ഇന്ന് രാത്രി ഒരുപക്ഷെ ആമേൻ UAE-യിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ലോകരാജ്യത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത് സുഹൃത്തെ ഒരുപക്ഷെ നിന്റെ മേൽ സംഭവിക്കുന്ന ഒരു അഭിഷേകമായിരിക്കാം. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? പിടികിട്ടുന്നുണ്ടോ? നിങ്ങളിൽ ഒരാളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമായിരിക്കാം. നിങ്ങളിൽ ഒരാളെ ദൈവം തൊടുന്നതായിരിക്കാം. ആമേ. ഒരു വലിയ നിയോഗത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തയ്യാറെടുക്കുന്നു. ആമേ. ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ മീറ്റിംഗ് റിവൈവൽ മീറ്റിംഗ് എന്നൊക്കെ നമ്മുടെ മീറ്റിങ്ങിന്റെ പേര്. നിങ്ങൾ എത്ര പേർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഈ തലമുറയിൽ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ, ഈ ഭൂമിയിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആ കരങ്ങൾ ഞാനൊന്ന് കാണട്ടെ. സ്തോത്രം, സ്തോത്രം. ആ കരങ്ങൾക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും കൈവക്കരുത്. രണ്ടാമത്തെ ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആ സംഭവിക്കാൻ പോകുന്ന ഉണർവിനകത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കാനുണ്ട്. ഓ ജീസസ്. ആ പദം നീ കരം പൊക്കുമ്പോൾ തന്നെ നിന്റെ മേലൊരു ദൈവ സാന്നിധ്യം വ്യാപരം. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ തലമുറയിൽ ലോകരാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഉണർവിനകത്ത് എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ തലമുറയ്ക്ക് വളരെ അവർ ആ ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി സ്വീകരിച്ച് വളരെ നിർണായകമായ ഒരു പങ്ക്. നിങ്ങൾ കരമുയർത്തിയത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി അടുത്ത ദൂത് ഞാൻ പറയാം. നിങ്ങളായിരിക്കും ആ ഉണർവിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഉണർവിന്റെ ലീഡർഷിപ്പിൽ ദൈവം നിങ്ങളെയാണ് നിർത്താൻ ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു വിശ്വാസിയോട് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, ആമേൻ, ഇവിടെ കർത്താവിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ ആത്മ ഉപയോഗിച്ച് റോയിച്ചാനേയും ആമേൻ കർത്താവിന്റെ ദാസന്മാരെയൊക്കെ ദൈവം ഉപയോഗിച്ച് അസാധാരണമായൊരു ഉണർവ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഒരു നോട്ടീസും അടിക്കാതെ, നിങ്ങൾ ആരും ഒരു പോസ്റ്ററും അടിക്കാതെ 10,000 കണക്കിന് ആളുകൾ നിങ്ങളുടെ യോഗങ്ങളിൽ കൂടും.
ആമേൻ. പക്ഷെ ആ കൂടി വരുന്ന ആളുകളെ ഒരു ലീഡർഷിപ്പിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. ലീഡറിന്റെ പ്രത്യേകതയും വിശ്വാസിയുടെ പ്രത്യേകതയും, വിശ്വാസികൾ സംഭവിച്ചതിന് ശേഷം ആമേൻ പറയും. ആമേൻ. പക്ഷെ ഒരു ലീഡർഷിപ്പിന്റെ അഭിഷേകമുള്ളവൻ ഒന്നും സംഭവിക്കാത്തപ്പോഴേ സംഭവിക്കുമെന്ന് പറഞ്ഞ ആമേൻ പറയും. ആമേൻ. എത്ര ലീഡേഴ്സ് ഒന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും സംഭവിക്കാത്ത നിന്റെ സഭയിൽ എന്തോ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന, ഒന്നും സംഭവിക്കാത്ത നിന്റെ കുടുംബത്തിൽ എന്തോ എത്ര പേര് രാത്രി ഇവിടെ ഒന്നും സംഭവിക്കാത്ത ഈ രാജ്യത്തിൽ എന്തോ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന, അതൊരു ലീഡർഷിപ്പിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഒത്തിരി തവണ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്താ ഈ പത്രോസിനെ ഒന്നാമൻ എന്ന് പറയാൻ ദൈവത്തിന് യാതൊരു മടിയില്ല. ഒന്നാമൻ പത്രോസാ. കാരണം എന്തെന്നറിയാമോ? പത്രോസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ യേശുവിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആരുടെയും അകത്ത് ദർശനമില്ലാത്തപ്പോൾ നിന്റെ അകത്തൊരു ദർശനത്തിന് എല്ലാവരും പറയുന്നു ഒന്നും സംഭവിക്കത്തില്ല. റേസം വന്നാൽ എന്താ, ആര് വന്നാലും എന്താ, ഒന്നും സംഭവിക്കത്തില്ല എന്നെല്ലാവരും പറയുന്നു. പക്ഷെ ചിലരുടെ മനസ്സ് പറയുന്നത് എന്തോ സംഭവിക്കും. പ്രത്യേകത, നിന്റെ അകത്തൊരു ലീഡർഷിപ്പിന്റെ അഭിഷേകം കിടക്കുന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. 2006 അല്ല 2001 മുതലേ എൻ്റെ മനസ്സ് പറയുമായിരുന്നു എന്തോ സംഭവിക്കും, എന്തോ സംഭവിക്കും എന്ന് മനസ്സ് പറയുമായിരുന്നു. ആമേൻ. കർത്താവ് കൃപയാൽ ആ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ട പല കാര്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടെത്തിക്കാനിടയെ തീർന്നു. ആമേൻ. ഇന്ന് രാത്രി ഒന്നും സംഭവിക്കാത്തപ്പോഴും എന്തോ സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആമേൻ. ഓരോ പ്രഭാതത്തിലും എന്തോ ഒന്നിൻ്റെ മേൽ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആമേൻ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ 1-2 കാര്യങ്ങൾ, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ഇവിടുന്ന് കടന്നു പോയതിനു ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ക്യാമ്പ്, ഞങ്ങളുടെ ഫയർ വിങ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ക്യാമ്പ് കർത്താവിൻ്റെ കൃപയാൽ ഈ ജനുവരി മാസം നടന്നു. അസാധാരണമായിരുന്നു ആ ക്യാമ്പ്. ആ ക്യാമ്പിനകത്ത് വളരെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ യഹൂദനായൊരു പാസ്റ്റർ ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കാൻ പോകുന്നു. ആമേൻ. അദ്ദേഹത്തിൻ്റെ സഭ ഏലിയാവ് തീ ഇറക്കിയ കർമ്മേൽ മലയിലാണ് അദ്ദേഹത്തിൻ്റെ സഭ. ഇദ്ദേഹം വന്നപ്പോഴേ മനസ്സിലായി എന്തോ സംഭവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി. ആമേ. കർത്താവിൻ്റെ കൃപയിൽ അസാധാരണമായ ചില കാര്യങ്ങൾ അന്ന് രാത്രി സംഭവിക്കാൻ, അതിനെക്കുറിച്ച് 1-2 ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് നമ്മെ സംസാരിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ ആത്മനിയോഗങ്ങളിൽ വിശ്വസിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു ആത്മനിയോഗങ്ങളിൽ? ആമേൻ. നിന്നെ ദൈവം ആക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നിക്കണം. ഹല്ലേലൂയ. 1-2 ചിന്തകൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ 1-2 ചിന്തകൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, എന്തിനാണ് ഈ ആത്മപകർച്ച നടക്കുന്നത്, എന്താണ് ഈ ആത്മപകർച്ചയുടെ പിറകിലെ ഉദ്ദേശങ്ങൾ, അതൊക്കെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമുക്ക് 1-2 കാര്യം ദൈവ നിയോഗം എന്നൊരു വിഷയത്തെ ഒന്ന് ചിന്തിക്കാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6, 7, 8, 9, 10 ആമേൻ ഒന്ന് വാക്യം ഒന്ന് വായിക്കാമോ? 4-5 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 16 Acts chapter 16 verses 6 onwards. ആരാ വായിക്കുന്നത്? സഹോദരന്മാർ വായിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് ആരാധിപ്പിക്കുകയല്ല, നിന്നെ വിലക്കുകയും ചെയ്യും. പറഞ്ഞു. അടുത്തത്, യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഒത്തിരി തവണ വായിച്ചു വിട്ടതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരാശയം ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങൾക്ക് കൈമാറാൻ, നിങ്ങളുടെ അകത്ത് ദൈവരാജ്യത്തിൽ കുറെ കൂടി എരിവുള്ളവരാക്കാൻ നിങ്ങൾ ഇന്ന് രാത്രി കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേ. ശക്തിയേറിയ ആത്മപകർച്ചകൾ അടുത്ത ദിവസങ്ങളെല്ലാം നടക്കും, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇന്ന് രാത്രി ആ നടക്കുന്ന ഈ ആത്മപകർച്ചകൾക്ക് നിനക്ക് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞ നിന്നോട് ഇന്ന് രാത്രി ചില ദൂതുകൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, കർത്താവേ, നീ പറയുന്ന ഈ രാജ്യത്തിൻ്റെ അവസാനം നിന്റെ വരവ് എപ്പോൾ സംഭവിക്കും? ആമേ. നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മൾ വരുന്നു പോകുന്നു ഇങ്ങനെ പോകുന്നല്ലാതെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും ബോധവാനല്ല. യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുമ്പോൾ മനുഷ്യപുത്രന്റെ വരവാകും. എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുമ്പോൾ മനുഷ്യപുത്രന്റെ വരവാകും. ശിഷ്യന്മാർ ചോദിച്ചു, അതിന് എന്തെങ്കിലും അടയാളമുണ്ടോ? അതിന്റെ അടയാളമാണ് നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, നിങ്ങൾ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. സഹോദരന്മാരെ, ഇന്ന് രാത്രി ആത്മപകർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങൾ നിൽക്കുന്ന സാഹചര്യങ്ങളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ നിങ്ങൾക്ക് ആത്മാവിൽ മനസ്സിലാക്കാൻ പറ്റട്ടെ.
ശ്രദ്ധിച്ച അപ്പോസ്തലർ പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പൗലോസിനെ ദൈവാത്മാവ് വിളിക്കുകയും ഒരു നിയോഗത്തിന്റെ യാത്ര പൗലോസ് നടത്തുകയും ചെയ്തു. ആമേൻ. ഞാൻ ഈ മാപ്പ് പെട്ടെന്ന് ഇവിടെ ഇട്ടിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ആ ഭാഗമൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് അവിടെ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ശ്രദ്ധിച്ച് എങ്ങോട്ട് നോക്കിയേ, ഇതാണ്ട് ഈ ഭാഗമാണ് യെരൂശലേമിന്റെ ഭാഗമൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ്. ഇവിടെ പൗലോസ് ശുശ്രൂഷകളൊക്കെ ആരംഭിച്ച് നമ്മുടെ ഈ ഏഷ്യയുടെ ഭാഗം അങ്ങോട്ട്, സത്യത്തിൽ പൗലോസിന്റെ പ്രസംഗമെല്ലാം ആരംഭിച്ചത് അനുകൂലമായ ഈ ഏഷ്യൻ സാഹചര്യത്തിലേക്ക് പ്രസംഗിക്കാൻ പൗലോസ് വന്നപ്പോൾ പൗലോസിനോട് ദൈവാത്മാവ് പറയുക, അവിടെ നീ പ്രസംഗിക്കരുത്, നീ അവിടെ പ്രസംഗിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവാത്മാവ് അവിടെ വിലക്കി. ആമേൻ. ത്രോവാസ്, മുസിയ എന്ന സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ വചനം പറയുകയാണ്, യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 2-3 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗൗരവം പിടികിട്ടും. ഞാൻ പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആളുകൾക്ക് ഈ സംഭവം പിടികിട്ടത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് പിടികിട്ടിയ നിങ്ങളുടെ ശുശ്രൂഷയിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയും ഒരു ഭയങ്കര ആത്മപകർച്ചയും ഇന്ന് രാത്രി ഈ വചന കേൾവിയിൽ കൂടെ നിങ്ങളുടെ മേലെ സംഭവിക്കും. പ്രസംഗിക്കരുത് അവിടെ. ആമേൻ. യേശുവിൻ്റെ ആത്മാവ് മറന്നിന്നിട്ട് പറയും, അവിടെ പ്രസംഗിക്കരുത്. ആമേൻ. എൻ്റെ ഡയറക്ഷൻ നീ ഉദ്ദേശിക്കുന്നതല്ല, എൻ്റെ ഡയറക്ഷൻ വേറെയാ. ആമേൻ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ട, സത്യത്തിൽ പൗലോസ് പ്രസംഗിക്കാൻ ശ്രമിച്ച ആ ഏഷ്യൻസ്, ആ സ്ഥലങ്ങൾ യേശുവിനെ പരിചയമുള്ള, യേശുവിനെ അറിവുള്ള ഒരു സമൂഹത്തിൽ പ്രസംഗിക്കാൻ പൗലോസ് ആഗ്രഹിച്ചപ്പോൾ ദൈവാത്മാവ് പറയും, അവിടെ നീ പ്രസംഗിക്കരുത്. എൻ്റെ ചിന്ത, പൗലോസ് അവിടെ നിന്ന് ഉപവസിച്ച് കാണും, അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാണും, ഇനി എന്ത് സ്റ്റെപ്പ് വെക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഒരു ദർശനം കാണുകയാണ്. ദൈവാത്മാവ് പറയുന്നത്, മെക്കദോന്യക്കാരനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യനായ ഈ ജർമ്മൻ ഭാഗത്തുള്ള ഒരു മനുഷ്യൻ, അവൻ ഇങ്ങോട്ടാ പോകാൻ ശ്രമിച്ച് ഇങ്ങോട്ടുള്ളൊരു മനുഷ്യൻ അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അപ്പൊ ചിന്ത ശ്രദ്ധിച്ച് കേൾക്കുക, ഈ മെക്കദോന്യക്കാരനായ മനുഷ്യൻ എങ്ങനെ മനസ്സിലായി? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരാൾ, ഞാൻ സ്വപ്നം കാണുക, ഇന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുക, ഒരു മനുഷ്യൻ ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ മെക്കദോന്യക്കാരനാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെഴുന്നേറ്റിരുന്നാലും ഞാൻ പറയത്തില്ല മെക്കദോന്യക്കാരനാണെന്ന്. ആമേ. ഏഷ്യക്കാരനായ മനുഷ്യൻ സ്വപ്നം കാണുന്നൊരു വൈറ്റ്സിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വപ്നം കണ്ടതൊരു സായിപ്പിനെയാണ്. ആമേൻ. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിന്റെ ഭാഗത്തുള്ളൊരു മനുഷ്യൻ നിന്നിട്ട് പൗലോസിനെ വിളിക്കുക, കടന്നു വാ, ഞങ്ങളെ രക്ഷിക്കുക. കണ്ടോ? കിഴക്കോട്ട് പോകാൻ പൗലോസ് ആഗ്രഹിച്ചപ്പോൾ ദൈവാത്മം വിലക്കിയിട്ട് അവനെ പടിഞ്ഞാറോട്ട് വിടുകയാണ്. ആമേൻ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെയും ആത്മാവിന്റെ സഞ്ചാരപഥം ഇങ്ങനെ തന്നെയാണ്. സ്തോത്രം, സ്തോത്രം. എൻ്റെ കൊച്ചു ചിന്തയ്ക്കകത്ത് ഞാൻ ചിന്തിച്ചത്, രാജ്യത്തിൻ്റെ അറ്റത്തോളം, ആമേൻ, ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിൻ്റെ സുവിശേഷം എത്തിപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ഈ ആശയം മുഴുവൻ പലപ്പോഴും ഭൂമിയുടെ ഭൂപടം എടുത്ത് നിർത്തി വെച്ചിട്ട് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഈ അറ്റമാണ് ഭൂമിയുടെ അറ്റമെന്ന് ചിന്തിച്ച് അവിടെ വരെ സുവിശേഷം എത്തിയാൽ എല്ലാം തികഞ്ഞുവെന്ന് തെറ്റിദ്ധരിച്ചൊരു ദിവസം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ആമേൻ. എന്നാൽ രാജ്യത്തിൻ്റെ, ആമേൻ, സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ എന്ന് ദൈവാത്മാവ് ഉദ്ദേശിച്ചത്, ആമേൻ, ഞാൻ തുടങ്ങിയ ഡയറക്ഷനിലേക്ക് അത് സഞ്ചരിച്ചു വീണ്ടും ആ ഡയറക്ഷനിലേക്ക് മടങ്ങി വരണം. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കുക, യെരൂശലേമിൽ ആരംഭിച്ച സുവിശേഷം യെരൂശലേമിലേക്ക് മടങ്ങി വരുമ്പോഴാണ് മനുഷ്യപുത്രന്റെ വരവ് സംഭവിക്കുന്നത്. ആമേൻ. ഞാൻ വീണ്ടും അതിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരത്തക്കവണ്ണം ഞാനതിനെ തൊടാം. ആമേൻ. രാജ്യത്തിന്റെ സുവിശേഷം ആരംഭിച്ചത് ഇന്ത്യയിലല്ല, രാജ്യത്തിന്റെ സുവിശേഷം ആരംഭിച്ചത് ഇസ്രായേലിലായിരുന്നു. ആമേൻ. സുവിശേഷം ആദ്യം പ്രസംഗിക്കപ്പെട്ടത് ഇസ്രായേലിലായിരുന്നു. ആമേൻ. അവിടെ നിന്നാണ് ഈ സുവിശേഷം പോയത്. ആമേൻ. കിഴക്കോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, കിഴക്കോട്ടല്ല, രാജ്യത്തിന്റെ സുവിശേഷം മെക്കദോന്യ വഴി പോകാൻ പറഞ്ഞു. ആമേൻ. ശ്രദ്ധിച്ച്, എനിവേ, എന്തായാലും ഞാൻ പറയുന്ന പദം ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കർത്താവ് പഴയ നിയമം മുതൽ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, ഈ ദൈവത്തെ ആരംഗീകരിക്കുമോ അവരോട് ദൈവം പറയുന്നൊരു ദൂതുണ്ട്, ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കും. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കുക. പൗലോസ് എന്തായാലും യാത്ര ഏഷ്യയിലെ പ്രസംഗം നിർത്തിയിട്ട് പൗലോസ് യൂറോപ്യൻ ഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി കടന്നു ചെന്നു. ശ്രദ്ധിച്ച് കേൾക്കട്ടെ. ആമേൻ. അത് തിരിച്ചായിരുന്നു വന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് സുവിശേഷം എത്തുമായിരുന്നു. ആമേൻ.
ആമേ, ദൈവാത്മാവ് വിലക്കിയിട്ട് അതിനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തിവിട്ടു. ശ്രദ്ധിച്ചേ, യൂറോപ്യൻ രാജ്യങ്ങളിൽ സുവിശേഷം എത്തുമ്പോൾ സത്യത്തിൽ അവിടെ ഒരു എന്താ പറയുന്ന ഒരു സംസ്കാരമില്ലാത്ത സമൂഹത്തിന് നടുവിലേക്കാണ് സുവിശേഷം എത്തിയത്. ആമേൻ. ഏഷ്യക്കാരനായ യേശുവിനെ യാതൊരു പിടുത്തവും ഇല്ലാത്ത ഒരു സംസ്കാരത്തിലേക്കാണ് സുവിശേഷം എത്തിയത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് നമുക്കിതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ അന്ന് കല്ലിനെ ആരാധിക്കുന്ന, ആമേ, സൂര്യനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് സുവിശേഷമായിട്ട് പൗലോസ് ചെന്നു. ആമേ, അവിടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ പറയുക, നിങ്ങൾ ആമേൻ ബുധനാണ്, നിങ്ങൾ നക്ഷത്രമാണെന്നൊക്കെ പറഞ്ഞ് ആമേൻ തെറ്റിദ്ധരിക്കത്തക്ക നിലയിൽ അത്രമാത്രം അറിവില്ലാത്തൊരു സമൂഹത്തിലേക്കാണ് സുവിശേഷം കടന്നു എന്നത്. ശ്രദ്ധിച്ചേ. പക്ഷെ ആത്മാവിൻ്റെ നിയോഗമായതുകൊണ്ട് ആരും അറിയാത്ത ആ യൂറോപ്യൻ സംസ്കാരങ്ങളിലേക്ക് സുവിശേഷം ചെന്നപ്പോൾ ആ സംസ്കാരത്തെ വരെ സുവിശേഷം മാറ്റിമറിച്ചു. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏഷ്യക്കാരൻ ഉൾക്കൊള്ളാത്ത ആ സുവിശേഷത്തെ അവർ അവരുടെ ദൈവമായിട്ട് അങ്ങ് സ്വീകരിച്ചു. ആമേൻ. ഇനി പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കല്ലിനെയും മണ്ണിനെയും ആരാധിച്ചവന്റെ ദൈവം യേശുവായി മാറി. ആമേൻ. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ ആരാധിച്ചവന്റെ ദൈവം യേശുവായി മാറി. എന്തിനേറെ പറയുന്നവരുടെ സംസ്കാരത്തിന്റെ ആഴമേറിയ വേരുകളെ പിഴുതെടുത്തിട്ട് സുവിശേഷം ആ സംസ്കാരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ആത്മാവ് പറയുന്നു, ആസയിൽ പ്രസംഗിക്കരുത്, നീ പോ മക്കെദോന്യയിലേക്ക്. ആമേൻ. എനിക്ക് ചില രാജ്യങ്ങളിൽ ചിലത് ചെയ്യാനുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ആ ദൂത് ദൈവരാജ്യം അകത്തുള്ളവർക്ക് മനസ്സിലാകും. ആമേൻ. ഒരു കാലഘട്ടത്തിൽ നിന്നും ആമേൻ ഈ ദൂത് ആമേൻ യെരൂശലേമിൽ ആരംഭിച്ച ഈ സുവിശേഷം യൂറോപ്പിന്റെ മണ്ണിൽ ഒരു നൂറ്റാണ്ടല്ല, ഒരു ദീർഘമായ വർഷങ്ങൾ അവരവിടെ ആ സുവിശേഷത്തെ പിടിച്ചു നിർത്തി. അവിടെയായിരുന്നു വില്യം കേറി ഉണ്ടായിരുന്നത്. ആമേൻ. അവിടെയായിരുന്നു ചാൾസ് ഫിന്നി ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു വിഗിൽസ്വർത്ത് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ച്, ജനിക്കാനിരിക്കുന്ന ഒരു തലമുറയെ മുൻകൂട്ടി കണ്ടിട്ട് ആത്മാവ് പറയാണ്, പോ മക്കെദോന്യക്ക്, അവിടെ ഒരു തലമുറയെ എനിക്ക് എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഏഷ്യയിലെ സുവിശേഷം, ആമേൻ, യെരൂശലേമിൽ തുടങ്ങിയ കൊച്ചു സുവിശേഷം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ മക്കെദോന്യയിലേക്ക് ദൈവത്തിന്റെ അപ്പ പറഞ്ഞു വിട്ടപ്പോൾ അവരുടെ നിയമങ്ങൾ ബൈബിളിനകത്തു നിന്നുണ്ടാക്കി. ആമേൻ. അവരുടെ സ്കൂളുകളിൽ അവർ സുവിശേഷം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ഓരോ വീടിനകത്തും മിഷണറിമാരെ പുറത്തുവിടാൻ തുടങ്ങി. ആമേൻ. ഒരു കാലഘട്ടം മുഴുവൻ യൂറോപ്പ് സുവിശേഷ വേലയുടെ ചുക്കാൻ പിടിച്ച് ലോകരാജ്യങ്ങളുടെ ഉന്നതിയിലേക്ക് കയറിയതിന്റെ പുറകിലെ ചിന്ത നീ ഉദ്ദേശിക്കുന്നതല്ല. ദൈവാത്മാവ് പറയുന്നു, ആസയിൽ പ്രസംഗിക്കരുത്, മക്കെദോന്യയിലേക്ക് കടന്നു പോകുക. മക്കെദോന്യയിൽ സുവിശേഷം എത്തി. യൂറോപ്യൻ സംസ്കാരങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ വേരാഴ്ന്നിറങ്ങി. ഒരു പ്രത്യേകത, ഇത് സ്വീകരിച്ചാൽ ഞാൻ നിന്നെ വാലല്ല. കേരളത്തെക്കാളും കൊച്ചു രാജ്യമായിരിക്കുന്ന UK ലോക രാജ്യങ്ങളെ ഭരിക്കത്തക്കവണ്ണം അവൻ കയറി വന്നതിന്റെ സാഹചര്യം. ആമേൻ. അവരുടെ വിദ്യാഭ്യാസം അല്ല പ്രിയപ്പെട്ടവരെ, ആമേൻ, അവരുടെ പണമല്ല പ്രിയപ്പെട്ടവനെ, അവൻ തിരഞ്ഞെടുത്ത യേശുവിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. ആമേൻ. അവനെ രാജ്യങ്ങളുടെ തലയാക്കി മാറ്റിയത്. ഇന്ന് രാത്രി ആമേൻ ഒരു ദൂത് നിന്നോട് പറയാനുണ്ട്. നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ നടുവിൽ നീ തലയായതിന്റെ കാരണം, ആമേൻ, നിന്റെ ദേശത്ത് ഇന്ന് രാത്രിയിലും നീ ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണം എന്തെന്ന് ഞാൻ പറയാം. ആമേൻ. ഈ സുവിശേഷത്തോടെ നീ പ്രതികരിച്ചതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിനെ വിശ്വസിക്കാൻ പറ്റും? അവർ ഈ രാത്രി ഹല്ലേലൂയ, ഇന്ന് രാത്രി അവരെ വാലല്ല, അവരെ ഞാൻ തലയാക്കി മാറ്റും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് പിടികിട്ടി? ഒരു നൂറ്റാണ്ട്, ഒരു ദീർഘ വർഷങ്ങൾ ആമേൻ ഈ സുവിശേഷം ചെന്നെത്തിയ ആ ഏറിയ, ഹല്ലേലൂയ, അവൻ ലോകരാജ്യത്തിന്റെ തലയായി നിന്നു. ആമേൻ.
ആമേൻ ചരിത്രം പറയുന്നു, അവിടെ നിന്നാണ് മിഷണറിമാർ വീണ്ടും ചില രാജ്യങ്ങളിലേക്ക് പോയത്. ആമേൻ. ശ്രദ്ധിച്ചേ, അവർ സ്വീകരിച്ചത് രക്ഷയുടെ സുവിശേഷമായിരുന്നില്ല, അവർ സ്വീകരിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു. ആമേൻ. രാജ്യത്തിന്റെ സുവിശേഷം നീ സ്വീകരിച്ചാൽ ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ നിനക്ക് പറ്റുമെന്ന് രാത്രി മനസ്സിലാകുക. ആമേൻ. ഇന്ന് രാത്രി മിഡിൽ ഈസ്റ്റിൽ ഒരു ഉണർവും റിവൈവലും കാതിക്കുന്ന നീ ഇന്ന് രാത്രി ഒരുവന്റെ രക്ഷയ്ക്ക് വേണ്ടിയും ഒരുവന്റെ സ്നാനത്തിന് വേണ്ടിയുമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ രാജ്യത്തിന് നീ നിൽക്കുന്ന രാജ്യത്തിന്റെ സുവിശേഷം. എത്ര പേർക്ക് രാത്രി വചനം പിടികിട്ടി? രാജ്യമകത്തുള്ളവർ മാത്രമാ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ സ്നാനപ്പെടുത്താൻ നിൽക്കുക, നിർത്ത്. ഈ രാത്രി രാജ്യത്തിന്റെ സുവിശേഷം വഹിക്കുക. പ്രിയരെ, ആ യൂറോപ്യൻ സംസ്കാരത്തിൽ സുവിശേഷം എത്തിയപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവിടെ ഒരു സംഭവം നടന്നു. അവിടെ നിന്ന് മിഷണറിമാർ എഴുന്നേറ്റു. ആമേൻ. ലോക രാജ്യങ്ങളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന മിഷനുകളെ സപ്പോർട്ട് ചെയ്യുന്നത് UK ആയി ഒരു കാലം മാറി. ആമേൻ. അവിടെയാണ് ക്രിസ്തീയ സഞ്ചാരികൾ, ആമേൻ, ക്രിസ്തീയ പല രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ആ തലമുറയിൽ എഴുന്നേറ്റ് വന്നു. ആമേൻ. രാജ്യത്തിന്റെ സുവിശേഷം താണ്ട് ഏകദേശം ഈ മെക്കദോനിയുടെ ഭാഗത്ത് നിൽക്കുക. ഈ ഭാഗത്താണ് അമേരിക്ക. അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല. രാജ്യത്തിന്റെ സുവിശേഷം താണ്ട ഇവിടെ എത്തിയപ്പോൾ അവർ ഒരു തീരുമാനം വീണ്ടും ദൈവാത്മാവിന്റെ നിയോഗത്തിനെടുത്തു. ഇനി ഞങ്ങൾ കിഴക്കോട്ട് പോകാൻ പോവുക. മനസ്സിലാവുന്നുണ്ടോ? ചരിത്രത്തെ കഴിഞ്ഞ ദിവസം ഞാനത് മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ്, ആ മനുഷ്യനോട് ദൈവാത്മാവ് ഒരു ദർശനം കൊടുത്തു. നീ കിഴക്കോട്ട് യാത്ര ചെയ്യുക, ഈ യാത്രയിൽ നീ ഒരു രാജ്യം കണ്ടുപിടിക്കും. ആമേൻ. വളരെ തണുപ്പുള്ള ആ അറ്റ്ലാന്റിക് ഓഷ്യനിൽ കൂടെ ഒരു 60-ലധികം വരുന്ന ഒരു സംഘം പുറപ്പെട്ടു. ആ പുറപ്പെടുന്നതിന് മുമ്പ് അവരുടെ പ്രാർത്ഥന ഇതായിരുന്നു: ഈ യാത്രയിൽ ഞങ്ങളൊരു ദ്വീപിനെ കണ്ടെത്തിയാൽ, ഒരു കര കണ്ടെത്തിയാൽ, ഞങ്ങളുടെ ദൈവം അവൻ്റെ ദൈവമായി മാറും. ഹല്ലേലൂയ. മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. ആമേൻ. ഞങ്ങൾ സേവിക്കുന്ന യേശു അവരുടെ ദൈവമായിട്ട് മാറും. ആമേൻ. ഈ യാത്രയിൽ ഞങ്ങൾ രാജ്യം കണ്ടുപിടിച്ചാൽ അവരുടെ കറൻസിയിൽ ഞങ്ങൾ രാജ്യത്തിന്റെ ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് ഞങ്ങൾ അടിച്ചു വെക്കും. ആമേൻ. ചുമ്മാ ഇന്ന് രാത്രി കണ്ട നീ വെറുതെ പോകരുത്. ആമേൻ. പ്രിയപ്പെട്ടവരെ, 60 പേരിൽ തുടങ്ങിയ യാത്ര വളരെ ദുഷ്കരമായ യാത്രയിൽ, ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒത്തിരി പേർ മരിച്ചുപോയെങ്കിലും അവസാനം അവർ ഒരു കര കണ്ടുപിടിച്ചു. ആമേൻ. ആ കരയ്ക്കകത്ത് അവരെന്താ ചെയ്തത്? യെരുസലേമിൽ നിന്നും യൂറോപ്പിലെത്തിയ ആ യേശുവിനെ അവരുടെ തുടക്കം മുതൽ അമേരിക്കയ്ക്ക് കൊടുത്ത് അമേരിക്കയെ യേശുവിന്റെ നാമത്തിൽ പണിയാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കുക, ഇതൊരിടത്ത് ചെന്നാൽ ഒരു ദൂതുണ്ട്: ഞാൻ നിന്നെ വാലല്ല. ഹല്ലേലൂയ. വല്ലതും പിടികിട്ടുന്നു എനിക്കറിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് പിടികിട്ടി? ഹല്ലേലൂയ. ഞാൻ നിന്നെ വാലല്ല. ആസിയിൽ പ്രസംഗിക്കരുത്. ഏകദേശം പിടികിട്ടിയോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ ഇല്ലയോ? ആർക്ക് മനസ്സിലായി? ഒന്ന് സ്വത്രം പറഞ്ഞ്. ആത്മപകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തിനാ ഈ ആത്മപകർച്ച നിന്റെ മേൽ നടക്കുന്നേ? കുറെ നേരം കൂടെ തുള്ളാനോ? അല്ല, കർത്താവ് വരാറായി. എന്തിനാ രാജ്യത്തിന്റെ സുവിശേഷം ഈ കുഞ്ഞിന്റെ മേൽ വീഴുന്നേ? പ്രൈസ് ദി ലോർഡ്. താല്പര്യം ഉണ്ടോ പ്രിയപ്പെട്ടവരെ കേൾക്കാൻ? അതല്ലെങ്കിൽ നമുക്ക് കഥ പറഞ്ഞു വിടാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയുമ്പോൾ ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ ഇന്ന് രാത്രി സത്യം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ആ യാത്രയിൽ ശ്രദ്ധിച്ച്, ആ യാത്രയിൽ അമേരിക്ക കണ്ടുപിടിച്ചു. ആ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പഴയ വേരുകളെ പിഴുതെടുത്തിട്ട് ആ സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് യേശു കടന്നു ചെന്നു. ആമേൻ. ചുരുക്കം ചില കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതും ഒരു ക്രിസ്തീയ രാജ്യമായി മാറി. ആമേൻ. എത്ര പേർക്ക് ഈ രാത്രി ആമേൻ പറയാൻ പറ്റും? ആമേൻ. 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 യെരൂശലേമിൽ സുവിശേഷം ആസിയയിലേക്ക് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് വിലക്കിയ ദൈവം മെക്കദോനിയയിലേക്ക് ഈ സുവിശേഷം എത്തിയപ്പോൾ, മെക്കദോനിയയിൽ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യൂറോപ്പ് മുഴുവൻ ക്രിസ്തീയ രാജ്യമായി മാറി. ആമേൻ. അവിടെ നിന്നും കിഴക്കോട്ട് വീണ്ടും സഞ്ചരിച്ച് അമേരിക്കയിൽ എത്തിയപ്പോൾ അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യമായി മാറി. ആമേൻ. ഇവിടം വരെ എത്താൻ ഏകദേശം 1800 വർഷം എടുത്തു. മിണ്ടിയില്ല. ആമേൻ.
1800 വർഷം എടുത്തു. എന്നാൽ സുവിശേഷം ആ ഗ്ലോബിനെ ചുറ്റി. ആമേൻ. ഇപ്പോഴത് നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളൊന്നായ ചൈനയിലാണ്. മനസ്സിലാവുന്നു തോന്നുന്നു. ആമേൻ. 1800 വർഷം കൊണ്ട് 2 ഭൂഖണ്ഡങ്ങളെ കീഴ്മേൽ മറിച്ച ആ സുവിശേഷം നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആമേൻ തുടങ്ങിയ ഏഷ്യയിലേക്ക് അത് തിരികെ പ്രവേശിച്ചു കഴിഞ്ഞു. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അകത്തളത്തിൽ ഇന്ന് രാത്രി രാജ്യമുള്ളവർ ഇന്ന് രാത്രി സ്തോത്രം പറയും. ആമേൻ. അകത്ത് ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ ദൂത് മനസ്സിലാകുന്ന സ്തോത്രം പറയും. അവർ ഇന്ന് രാത്രി ഒരു ആത്മപകർച്ചയ്ക്ക് കൊതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ. ഇന്ന് ലോക രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ രാജ്യം ആമേൻ അത് യൂറോപ്പ് അല്ല, ആമേൻ അത് അമേരിക്കയല്ല. ഇന്ന് രാത്രി മാധ്യമങ്ങൾ വായിക്കുന്ന നിനക്കറിയാം, ഇന്ന് രാത്രി വളരുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്ന് അത് ചൈനയാണ്. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ഞാൻ പറയാം. ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് സംസ്കാരങ്ങളെ പൊളിച്ചിട്ട് സുവിശേഷം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് രാത്രി അത് എവിടെ ചെല്ലുമോ അവിടെ ഒരു സംഭവം നടക്കും. ഞാൻ നിന്നെ വാളല്ല, ഞാൻ നിന്നെ തലയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേരുടെ കണ്ണ് തുറന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. 1800 വർഷങ്ങൾ കൊണ്ട് ഒരു കൊച്ചു രാജ്യത്തെ പിടിക്കാൻ പരിശുദ്ധിയമാവിന് പറ്റി, ഒരു സംസ്കാരത്തെ മാറ്റാൻ ദൈവത്തിന്റെ അമ്മ പറ്റി. പക്ഷേ അടുത്ത ഒരു 60-70 വർഷത്തിനകം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ചൈനീസ് സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് സുവിശേഷം കയറി കഴിഞ്ഞു. ആമേൻ. ഈ രാത്രി നീ ഒരു ഉണർവിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നീ മറക്കരുത്. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ സഭകൾ ഇവിടെയായിരുന്നു, ഇറ്റലി ആ ഭാഗത്തായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഭ ആമേൻ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഭാഷയിൽ ബൈബിൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത് ചൈനീസ്. ആമേൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം സുവിശേഷം നടക്കുന്നത് ചൈന. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാം. ഗസ്റ്റ് പാസ്റ്റേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദുബൈയിലോട്ട് വരുന്ന ട്രിപ്പുകൾ ഇനി മുടങ്ങാൻ പോകുകയാണ്. നിന്നെ ചൈനയിലേക്ക് ദൈവത്തിന്റെ അമ്മ അയക്കാൻ പോകുകയാണ്. ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഇന്ന് രാത്രി ഉറപ്പാണ്. ആമേൻ. യാതൊരു സംസ്കാരവും ഇല്ലാത്ത യൂറോപ്പിനെ പിടിക്കാൻ സുവിശേഷത്തിന് പറ്റിയെങ്കിൽ, ആമേൻ, ഒരു സംസ്കാരവും ഇല്ലാത്ത അമേരിക്കയെ പിടിക്കാൻ ആമേൻ സുവിശേഷത്തിന് പറ്റിയെങ്കിൽ, അടുത്ത ചില മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു ദൂത് ചൈന ക്രിസ്തീയ രാജ്യമായി മാറിക്കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? Come on. Come on. Come on. ഇന്ന് ഏറ്റവും വലിയ മൂവ്മെന്റുകൾ നടക്കുന്നത് ഓസ്ട്രേലിയ, ഇന്ന് ഏറ്റവും വലിയ മൂവ്മെന്റുകൾ നടക്കുന്നത് ന്യൂസിലൻഡ്, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന സഭ സിംഗപ്പൂർ. ആമേൻ. കർത്താവേ, നിന്റെ വരവെന്ന് സംഭവിക്കും? ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. ആമേൻ. രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ സഞ്ചരിക്കുമ്പോൾ ആമേൻ കർത്താവിന്റെ വരവ് സംഭവിക്കും. ശ്രദ്ധിച്ചേ. കമോൺ. എത്ര ഇന്ത്യക്കാർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി രാജ്യത്തിന്റെ സുവിശേഷം ചൈന ക്രോസ് ചെയ്താൽ ആമേൻ പിന്നീട് ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ആമേൻ. എത്ര പേർ ഈ രാത്രി ആമേൻ പറയും? ദൈവത്തിന് നന്ദി പറയൂ. Come on, come on. Come on. നിനക്കെന്തറിയാം ഇതിനെ കുറിച്ച്? ഒരു വലിയ നിയോഗത്തിന്റെ തൊട്ട് മുമ്പിലാ സുഹൃത്തെ നീ നിൽക്കുന്നത്. ഒരു വലിയ വലിയ ദൈവപ്രവൃത്തിയുടെ തൊട്ടടുക്കലാണ് നീ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിന്നോട് അടുത്തൊരു ദൂത് പറയാ. ഒരു ഉണർവ് കൊതിക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇന്ന് രാത്രി നീ താമസിക്കുന്ന ഇന്ത്യയുടെ തൊട്ടടുക്കൽ, ഹിമാലയത്തിന്റെ തൊട്ടപ്പുറത്ത് പരിശുദ്ധിയമ്മ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഹിമാലയത്തെ ക്രോസ് ചെയ്ത് ആ തിരമാല ഇന്ത്യയിലേക്ക് തള്ളിക്കയറുന്നത്. ഹല്ലേലൂയ.
ചൈനയുമായിട്ട് ബന്ധമുള്ള ആളുകളോട് ഞാൻ പറയാം, ഇന്ന് ചൈന ഏറ്റവും അധികം ഭയപ്പെടുന്ന ആരെന്നറിയോ? അമേരിക്ക അല്ല, യൂറോപ്പിനെ അല്ല, ഇന്ത്യ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ലോകത്തിലെ മുഴുവൻ ബുദ്ധിമാന്മാരും അവരേറ്റവും അധികം പറയുന്നൊരു പദമുണ്ട്, 2020 ഇന്ത്യ ലോകത്തിലെ നമ്പർ 1 രാജ്യങ്ങളിലൊന്നായി മാറും. ഇതെങ്ങനെ ആകുമെന്ന് ഞാൻ പറയാം. വചനം പറയുന്നു, ഞാൻ നിന്നെ വാളല്ല, ഞാൻ നിന്നെ തലയാക്കും. ആമേൻ. കമോൺ കമോൺ. എത്ര പേർക്ക് ഈ വചനം പിടികിട്ടി? അവർ ഈ രാത്രി ആ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് നന്ദി പറ. എന്നിട്ട് ഈ രാത്രി പറ, കമോൺ പരിശുദ്ധാത്മാവേ, ഒരു വലിയ പകർച്ച എന്റെ മേൽ അയക്കണമേ. ഈ രാത്രി പറ. അല്പസമയം ദൈവത്തെ ആരാധിച്ചോട്ടെ. ഇന്ന് രാത്രി കർത്താവ് ഈ വചനം മനസ്സിലായ ചിലരുടെ മേലൊരു ദൈവശക്തി ഇടുകയാണ്, ചിലരുടെ മേലൊരു ദൈവിക മഹത്വത്തെ ഇറക്കുകയാണ്. ദിവസം വരെ ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? സഹോദരൻ വരെ ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഞാൻ വീണ്ടും ആവർത്തിക്കാം, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഉണർവ് സംഭവിക്കുമെന്ന്? ഇത് കഥയല്ല, ഇതൊരു തമാശയ്ക്ക് നിന്നെ പറയാൻ പറഞ്ഞതല്ല. പരിശുദ്ധ ആസിയിൽ പ്രസംഗിക്കരുത്. എനിക്കൊരു റൂട്ടുണ്ട്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു റൂട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, എനിക്ക് അതുവഴി മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ആ സഞ്ചാരപഥങ്ങളിൽ കയറി നിന്ന മുഴുവൻ രാജ്യങ്ങളും ലോകത്തിന്റെ ഉന്നതികളിലേക്ക് നടന്നു കയറി. ആമേൻ. ആ സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊടുത്ത മുഴുവൻ കുടുംബങ്ങളും ലോകത്തിന്റെ ഉന്നതികളിലേക്ക് നടന്നു കയറി. ആ ആത്മപകർച്ചയ്ക്കകത്ത് നിന്നുകൊടുത്ത മുഴുവൻ ശുശ്രൂഷകന്മാരും രാജ്യത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നിന്ന് കയറി. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടത് ഇനി ഒരു കൈവപ്പും കൂടെയല്ല, ഈ നിയോഗത്തിനകത്തേക്ക് കയറി നിൽക്ക്. ഈ രാത്രി പരിശുദ്ധിയെ ഉപയോഗിക്കാൻ പോകുന്നു. ഏത് നിമിഷവും ഇന്ത്യയിൽ ഒന്ന് സംഭവിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു. ആ നടക്കാൻ പോകുന്ന ഉണർവിലേക്ക് ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തിലെ തലമുറകളെ ഒരുക്കി കഴിഞ്ഞു. ഒരുപക്ഷെ എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും എന്റെ ആ തലമുറ ആ ദൂതിന്റെ മുമ്പിൽ കാണും. ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ചേർന്ന കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു സുഹൃത്തെ. നിന്റെ സഭയെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ദൈവം നിർത്താൻ പോകുന്നു. നിന്നെ മറ്റൊരു ആംഗിളിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകുന്നു. ചേർന്ന കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. Come on, Middle East. Come on, Middle East. രാജ്യത്തിന്റെ സുവിശേഷം ഇവിടം കടന്ന് ഇവിടെ എത്തിയാൽ പിന്നെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളേ ഉള്ളൂ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, തുർക്കി, സിറിയ. കർത്താവേ, നിന്റെ വരവിന്റെ ലക്ഷണം എന്താ? നിങ്ങൾ യുദ്ധങ്ങളെയും. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം യുദ്ധശ്രുതി അവിടെ നടക്കുന്നേ. നിനക്കൊന്നും തോന്നുന്നില്ല ഇത് കണ്ടിട്ട്? സഭയെ നീ ഉറങ്ങരുത്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയാം, ഹല്ലേലൂയ, നിന്നെ ഈ രാജ്യത്തിൽ കൊണ്ടുവന്നത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല. നിന്റെ തലമുറകളെ ഈ രാജ്യത്തിന്റെ ഭാഷതയും പഠിപ്പിച്ചത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ തലമുറയിലേക്ക് എന്തോ ഒന്ന് കയർന്നു വരാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. ഈ ഉണർവിന്റെ അടുത്ത തലമുറയിൽ ഷാർജ വർഷിപ്പ് സെന്ററിന്റെ ഹോളുകളിൽ മലയാളികളല്ല ആരാധിക്കാൻ പോകുന്നേ. ഇവിടുത്തെ അറബ് സമൂഹങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഒരു വലിയ റിവൈവൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. Somebody receive. Hallelujah.
ഹല്ലേലൂയ. അതിനൊത്തിരി വർഷമെടുക്കത്തില്ല, അതിനൊത്തിരി നൂറ്റാണ്ടെടുക്കത്തില്ല, അതിനൊരുപാട് കൊല്ലങ്ങൾ നീ കാത്തിരിക്കേണ്ടി വരത്തില്ല. ആമേൻ. യെരൂശലേമിൽ നിന്നും അമേരിക്ക വരെ എത്താൻ 1800 വർഷമെടുത്തെങ്കിൽ ചൈനയെ പിടിക്കാൻ വെറും 60 വർഷം മതിയായിരുന്നു. ആമേൻ. ഇന്ത്യ അടുത്തൊരു 15 വർഷത്തിനകം പിടിക്കപ്പെട്ടേക്കാം. ആമേൻ. ആമേൻ. മിഡിൽ ഈസ്റ്റ് അടുത്ത 5 വർഷത്തിനകം പിടിക്കപ്പെട്ടേക്കാം. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ തലമുറ യേശുവിന്റെ വരവ് കാണുന്ന തലമുറയാണ്. ഈ തലമുറ ആർക്ക് വേണം? ചുമ്മാ നടക്കല്ലേ. നിങ്ങൾ പറഞ്ഞ ആ ദൂത് പാസ്റ്ററെ ഒരു പ്രവചനമായിരിക്കട്ടെ. ആ വരവ് ഞാൻ കാണട്ടെ. ദിവസങ്ങൾക്കകം നിന്റെ പട്ടണം പിടിക്കപ്പെടും. നീ പറയുന്നു പാടാ, പരിശുദ്ധാത്മാവിന് പാടില്ല. ആമേൻ. നീ പറയുന്നു റിസ്ക്, പരിശുദ്ധാത്മാവിന് റിസ്ക് ഇല്ല. ഇതിനേക്കാൾ റിസ്ക് ആയിരുന്നു യൂറോപ്പിൽ സുവിശേഷം എത്തിയപ്പോൾ. ആമേൻ. അതിനേക്കാൾ റിസ്ക് ആയിരുന്നു അമേരിക്കയിൽ സുവിശേഷം എത്തിയപ്പോൾ. ഇതിനേക്കാൾ റിസ്ക് ആയിരുന്നു ചൈനയിൽ. ആമേൻ. ഇതിനേക്കാൾ റിസ്ക് ഉള്ള രാജ്യമാണ് 33 കോടി ദൈവങ്ങൾ അടക്കി ഭരിക്കുന്ന ഇന്ത്യ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. ആമേൻ. എല്ലാം മുട്ടും മടങ്ങിയേ പറ്റത്തുള്ളൂ. എല്ലാം ഈ രാത്രി അവനെ നന്ദി പറയും. Come on, somebody shout and somebody receive. അല്പസമയം കരങ്ങളെ തട്ടി ഈ രാത്രി ഉണർവിന്റെ അഭിഷേകം നിന്റെ മേൽ വീഴട്ടെ. ഉണർവിന്റെ തീ നിന്റെ മേൽ വീഴട്ടെ. നിന്റെ ശുശ്രൂഷകൾ പൊട്ടിത്തെറിക്കട്ടെ. നിന്റെ സഭ അടുത്ത തലത്തിലേക്ക് കയറട്ടെ. ഈ രാത്രി സ്വീകരിക്കുക. പ്രാപിച്ചോ. അല്പസമയം കരങ്ങളെ തട്ടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറ. രാജ്യത്തിന്റെ ആളുകൾ ഇതാർക്കോ മനസ്സിലായി. ഇന്ന് രാത്രി ഇതാർക്കോ പിടികിട്ടി. എത്ര പേർ ഈ രാത്രി അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്? നിന്റെ കുടുംബത്തെ ദൈവം നോക്കുന്നു, നിന്റെ തലമുറയെ ദൈവം നോക്കുന്നു, നിന്റെ സഭയെ ദൈവം നോക്കുന്നു. നീ കർത്താവിന്റെ വരവ് കാണുന്ന തലമുറയാ. ഈ ആഴ്ചയിൽ ചിപ്പിട്ട് കഴിഞ്ഞു. 666 പ്രാബല്യത്തിൽ വന്ന് തുടങ്ങി കഴിഞ്ഞു. ഒത്തിരി ഇല്ല എന്റെ കുഞ്ഞെ. ഇത് നിനക്ക് രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല. ഇത് നീ ആള് കളിക്കേണ്ട സമയമല്ല. രാജ്യത്തിന്റെ ആളായി മാറേണ്ട സമയം. ആമേൻ. എത്ര പേർക്ക് ഈ രാത്രി ദൂത് മനസ്സിലായി? ആമേൻ. ഇത് നീ സമ്പാദിക്കേണ്ട സമയമല്ല, ഇത് നീ വിതയ്ക്കേണ്ട സമയം. ഹല്ലേലൂയ. എത്ര പേര് ഈ രാത്രി വചനം മനസ്സിലാകും? ആമേൻ. അവരെ ഈ രാത്രി കർത്താവ് തൊടട്ടെ. രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ എത്തുമ്പോൾ മനുഷ്യപുത്രന്റെ വരവാ. അറ്റത്തെത്താറാകുമ്പോൾ നിങ്ങളൊരു കാര്യം കേൾക്കും. യുദ്ധസ്തുതികളെ അവിടെ എത്താറാകുമ്പോൾ നിങ്ങളൊരു കാര്യം കേൾക്കും. ജാതിയോടും ഇതൊക്കെ ആർക്ക് വേണം? വല്ല കാറ് കിട്ടുമോ, വീട് കിട്ടുമോ? നീ പോയി പണി നോക്ക്. നിന്റെ കുഞ്ഞിനെ ഒക്കുമെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുക. ആമേൻ. എല്ലാം ഇല്ലെങ്കിൽ ഒരെണ്ണം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷയം ഒന്നല്ല, ഉള്ളതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഒന്നിനെങ്കിലും നീ ഇറക്കി വിട്. ഹല്ലേലൂയ. കാരണം ഇത് നിനക്കറിയത്തില്ല. നീ രക്ഷയുടെ സുവിശേഷം രക്ഷിക്കപ്പെടുക, സ്വത്രം പറയുക. രാജ്യത്തിന്റെ സുവിശേഷം വേറെയാ. യേശു എന്താ പറഞ്ഞത്? ഗ്രാമങ്ങളിൽ പോയി പറ ദൈവരാജ്യം. കൊരിന്തിനോട് പോയി പറ മറ്റൊരു രാജ്യം സമീപിച്ചിരിക്കുന്നു. ഫിലിപ്പിയോട് പോയി പറ മറ്റൊരു രാജ്യം സമീപിച്ചിരിക്കുന്നു. മിണ്ടുന്നില്ല. ഗലീലയോട് പറ മറ്റൊരു രാജ്യം സമീപിച്ചിരിക്കുന്നു. ചിലരോട് പറ ദൈവരാജ്യം നിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പറ. നീ വേറെ ഒന്നും പറയണ്ട. സൗഖ്യത്തിന്റെ കാര്യം പറയണ്ട, നീ വിടുതലിന്റെ കാര്യം പറയണ്ട. നീ നിന്റെ അടുത്തയാളോട് പറ ഒരു രാജ്യം നിന്റെ തൊട്ടടുക്കൽ വന്ന് നിൽപ്പുണ്ട്. ആമേൻ. ഒരു രാജ്യം നിന്റെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. എത്ര പേര് ഈ
രാത്രിയെ വചനത്തിന് നന്ദി പറയും. ദൈവ രാജ്യം ഈ രാത്രി സ്വീകരിക്കട്ടെ. പോകാൻ സമ്മതിക്കുന്നില്ല. പോകാൻ സമ്മതിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മ വിലക്കുക. പോകരുത്, എന്റെ റൂട്ട് അതല്ല, പോകരുത്. നിനക്ക് ചില വിലക്കുകളുണ്ടോ ഇന്ന് രാത്രി? ഇന്ന് രാത്രി നിന്നെ വിലക്കട്ടെ. ചിലത് ചെയ്യരുതെന്ന് പറയട്ടെ. ചില കുടുംബങ്ങൾ നിന്നെ കാണിച്ചയക്കട്ടെ. ആരെന്ന് രാത്രി തന്നെ സ്വീകരിക്കുന്നേ? ചില കടകൾ കാണിച്ചതിനെ അയക്കട്ടെ. ഹല്ലേലൂയ. ചില വീടുകൾ കാണിച്ചതിനെ അയക്കട്ടെ. ഇന്ന് രാത്രി ആരുടെയോ മുമ്പിൽ ആമേൻ ചിലതൊക്കെ പ്രത്യക്ഷപ്പെടുന്ന രാത്രി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ, അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷകൾ എവിടെയാ? നീ ഏത് അത് നിന്നെ വെളിപ്പെടുത്തുന്ന രാത്രി. അല്പസമയം കരങ്ങളെ തട്ടി ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചോ. Jesus, 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 Jesus. Come on, come on, come on. ഒരു പദം കൂടെ പറഞ്ഞ് പകൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് രാത്രി ഈ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ കർത്താവിനോട് പറയാം. ആമേൻ. കർത്താവിനെ വെച്ച് നാളെ മുതൽ നമ്മൾ വിശാലമായി സൂക്ഷിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഇത് എന്തിനാന്ന് മനസ്സിലാക്കാതെ മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? റിവൈവൽ വേറെ, എവൈക്ക് വേറെ. അമ്മേ, കർത്താവിന്റെ കൃപയാൽ ആ വെളിപ്പാട് കിട്ടിയ മിഡിൽ ഈസ്റ്റിലെ സഭയ്ക്കായി സ്തോത്രം. റിവൈവൽ എന്താ? റിവൈവൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉണർന്നവൻ തളർന്നുപോയി, അവനെ ഉണർത്തുന്ന പേരാ റിവൈവൽ. അവയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല ചില സ്ഥലത്ത്. റിവൈവൽ എവിടെ സംഭവിക്കേണ്ടത് ഞാൻ പറയാം. റിവൈവൽ ഇന്ത്യയിലല്ല, റിവൈവൽ മിഡിൽ ഈസ്റ്റിലല്ല, റിവൈവൽ സംഭവിക്കേണ്ടത് യൂറോപ്പിലാണ്, റിവൈവൽ സംഭവിക്കേണ്ടത് അമേരിക്കയിലാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന ആ പ്ലാറ്റ്ഫോം, ഇവാൻ റോബർട്ട്സിന്റെ പ്ലാറ്റ്ഫോം, കർത്താവിന്റെ കൃപയാൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞ ജനുവരിയിൽ പ്രസംഗിച്ചു. ആമേൻ. ഹല്ലേലൂയ. വെയിൽസിൽ ഉണർവിറങ്ങിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ആമേൻ. ഇന്നവിടെ ഭയങ്കര ഡ്രൈയാ. ഹല്ലേലൂയ. ഒരു വലിയ സൂപ്പർ മാർക്കറ്റിനെ മുഴുവൻ പിടിച്ചടക്കിയ ഉണർവിന്റെ സ്ഥലത്ത് ഇന്ന് പള്ളികൾക്കകത്ത് 4 പേരും 5 പേരുമേ ഉള്ളൂ. ഹല്ലേലൂയ. റിവൈവൽ അവിടെ നടക്കുമ്പോൾ നിന്റെ രാജ്യത്തിൽ അവേക്കിംഗ് നടക്കും. ആമേൻ. എത്ര പേർക്ക് ഈ രാത്രി പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എത്ര പേർക്ക് വചനം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ രാത്രി ആമേൻ ദൂത് പിടികിട്ടിയവർ ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ആമേൻ. ഇത് ഇന്ന് രാത്രി നിന്റെ അകത്ത് ഇന്ന് രാത്രി കത്തട്ടെ. ഇന്ന് രാത്രി എന്തിനാ ഈ തലമുറയെ നമുക്ക് വേണ്ടത്? ഈ തലമുറയെ നമുക്ക് വേണ്ടത് ഈ കറുത്ത സംസ്കാരത്തിന്റെ നടുവിൽ, ഈ അറേബ്യൻ സംസ്കാരത്തിന്റെ നടുവിൽ ഒരു അവേക്കിംഗ് ആരംഭിക്കാൻ പോകുന്നു. ആമേൻ. ഒറ്റ ദിവസം കൊണ്ട് ഒരു ജാതി രക്ഷിക്കപ്പെടാൻ പോകുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യം ഉണ്ടാകാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഈ രാത്രിയെ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രാപിച്ചോ, പ്രാപിച്ചോ. ഇന്ന് രാത്രി നിന്നെ 2 വിധ ശുശ്രൂഷകൾക്കായി ഉപയോഗിക്കും. ഒന്നൊരു റിവൈവലിനായി, മറ്റൊരു അവേക്കിങ്ങിനായി. ഈ രാത്രി വിശ്വസിക്കുക. സഭകൾ ഉണരട്ടെ, സഭകളെ റിവൈവൽ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവനെ? എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട്? നിന്നെ ദൈവം അയക്കാൻ പോകുന്നു. എന്റെ സഭ, എന്റെ നോ, ഞങ്ങളുടെ ഹല്ലേലൂയ, എന്റെ കൂട്ടം, എന്റെ നോ, ദൈവത്തിന്റെ രാജ്യം. എത്ര പേർ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയും? അവർ ഈ രാത്രി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ.
നിങ്ങൾക്ക് മനസ്സിലാവണോ? ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായോ? സൗകര്യന്മാരെ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമാകാൻ? ഇല്ലെങ്കിൽ നാളെ മുതൽ വരരുത്. നമ്മുടെ വിഷയം ഔട്ട് പോറിങ്, ഭയങ്കര ആത്മപകർച്ചയോടെ നടക്കാൻ പോവാ. എന്തിനാ അമ്മേ? നിന്റെ രാജ്യം ഒരു ഉണർവിലേക്ക് കയറാൻ പോകുന്നു. നിന്റെ മാതൃരാജ്യം ഈ ദിവസങ്ങൾ പിടിക്കപ്പെടാൻ പോകുന്നു. നിന്റെ പട്ടണം ഈ ദിവസങ്ങളിൽ ദൈവത്താൽ തൊടപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൽ ഒരു തലമുറയിൽ അവേക്കിംഗ് നടന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചേ, ആമേൻ. അമേരിക്കയിൽ അവേക്കിംഗ് നടന്നു. ആമേൻ. പിന്നീട് അത് തളർന്നുപോയി. ആമേൻ. അവിടെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ആമേൻ. അവർ ഉണരുമ്പോൾ, ശ്രദ്ധിച്ചേ, ഇതിനെ ഇന്ന് രാത്രി മനസ്സിലാക്കുക. അവിടെ ഉണരുമ്പോൾ ഇവിടെ ഒരു അവേക്കിംഗ് നടക്കും. ആമേൻ. സുവിശേഷം ആദ്യം പോയ സ്ഥലത്ത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. ആമേൻ. യൂറോപ്പിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ആമേൻ. അവിടെ ചില സഭകൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ആമേൻ. അമേരിക്കയുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ തുടങ്ങി. അവിടെ ചില സഭകൾ എഴുന്നേൽക്കാൻ തുടങ്ങി. അവിടെയും ഇവിടെയും ഒരുപോലെ സംഭവിക്കുന്നു. ഇന്ന് രാത്രി മനുഷ്യപുത്രന്റെ വരവ് നിന്റെ വാതിൽക്കലെത്തി നിൽക്കുന്നു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ യേശു വരാറായി. ചേർന്ന് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ട്. എത്ര പേര് രാത്രി പ്രാർത്ഥിക്കുക? കണ്ണടയ്ക്ക. ഒരു അവേക്കിങ്ങിനായി, ഒരു റിവൈവലിനായി. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? ഇത് മനസ്സിലായാൽ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലായ നിന്റെ സഭ പഴയ ആക്ടിവിറ്റീസിനകത്ത് കയറത്തില്ല. ആരുടെയോ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. ആരുടെയും മേൽ ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് രാത്രി വീഴുന്നു. ഏതൊക്കെയോ ശുശ്രൂഷകന്മാരെ ഇന്ന് രാത്രി ദൈവാത്മാവ് തട്ടി ഉണർത്തുന്നു. നീ ഉണർവിന്റെ ആളാണെന്ന് പറയുന്നു. ആമേൻ. ആരുടെയോ ചെവിയിൽ ദൈവത്തിന്റെ അമ്മ പറയുന്നു, നീ ഈ ഉണർവിന്റെ ആളാണെന്ന്. ചൈനീസ് ഭാഷകളിലേക്ക് ചിലതിനെ ദൈവാത്മാവ് അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ രാത്രി നിന്റെ റൂട്ടുകൾ ദൈവാത്മാവ് നിശ്ചയിക്കട്ടെ. നിന്റെ ഡയറി ദൈവാത്മാവ് കോർഡിനേറ്റ് ചെയ്യട്ടെ. നിന്റെ ലാപ്ടോപ്പിന്റെ പ്രോഗ്രാം ദൈവാത്മാവ് സെറ്റ് ചെയ്യട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് പറയാൻ വിശ്വസിക്കാൻ പറ്റും? ഈ രാത്രി വിശ്വസിക്കുക. ഇവിടെ നമുക്ക് നമ്മുടേതായ അജണ്ടകളില്ല. ഇവിടെ നമുക്ക് നമ്മുടേതായ പ്ലാനുകളില്ല. ഇവിടെ നമുക്ക് രാജ്യം മാത്രമാണ്. കത്തട്ടെ ഇന്ന് രാത്രി തീച്ചിലതിന്റെ മേലമേ. വിശ്വസിക്കുന്നവർ ഈ രാത്രി ആരും കാണാൻ നിൽക്കല്ലേ. ഈ നിമിഷങ്ങളിൽ ഞാൻ പ്രസംഗിച്ച വചനത്തിന്റെ അകത്ത് ആമേൻ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവാത്മാവ് റിലീസ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഈ രാത്രി കരങ്ങളെ ചേർത്ത് തട്ടി അല്പസമയം ദൈവത്തെ ആരാധിച്ചോ. ഒരു സജീവമായ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഈ രാത്രി ദൂതിന്റെ മുമ്പിൽ നീ സമർപ്പിച്ച് നിനക്ക് എഴുന്നേറ്റ് ആരാധിക്കണമെന്ന് എഴുന്നേറ്റ് ആരാധിച്ചു. നിനക്ക് നൃത്തം ചെയ്യണം നീ നൃത്തം ചെയ്തു. ഈ രാത്രി ആ കാറ്റ് നിന്റെ മേൽ വീശുകയാണ്. ആ തീ നിന്റെ മേൽ ഈഴുകയാണ്. ഈ രാത്രി ആ തിരമാല നിന്റെ കുടുംബത്തിൽ കയറുകയാണ്. നിന്റെ സഭയെ പിടിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളെ തട്ടി തൊടട്ടെ ദൈവം ചിലതിന്. ആമേൻ. പിശാചൻ നീ എത്ര വലിയ മൂടുപണം ഇട്ടാലും ഇന്ന് രാത്രി ഞങ്ങളുടെ സഭകൾ ഉണരും. ഞങ്ങളുടെ തലമുറകൾ ഉണരും. ആമേൻ. ഞങ്ങളുടെ പട്ടണം ഉയരും. വിശ്വസിക്കുന്നവർ ഈ രാത്രി കരങ്ങളെ തട്ടി അല്പസമയം ആമേൻ ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊടുകയാണ്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നോക്കിയിട്ട് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ സകലരും ഇന്ന് രാത്രി വിശ്വാസത്തിലേക്ക് കയറുകയാണ്. പ്രാപിച്ചേ ഇന്ന് രാത്രി നിന്റെ കുടുംബം, നിന്റെ തലമുറ, നിന്റെ മക്കൾ ഈ രാജ്യത്തിന്റെ ആളായി മാറട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഈ രാത്രി സ്തോത്രം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഇതൊരു സാധാരണ സമയമല്ല, ഇതൊരു സാധാരണ നിമിഷമല്ല. ഇന്ന് രാത്രി നിന്നെ ഈ ദൂത് ദൈവാത്മാവ് കേൾപ്പിക്കുകയാണ്. നിന്നെ ഈ ദൂത് പരിശുദ്ധിയാമവക്ക്.
കമാൻ, ആ കരങ്ങളെ തട്ടി ആ വായകളൊന്ന് തുറന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ രാത്രി എഴുന്നേൽക്കട്ടെ ഒരു തലമുറ. ഇന്ന് രാത്രി മിഡിൽ ഈസ്റ്റിൽ ഒരു ദൈവത്തിന്റെ അത്ഭുതം നടക്കട്ടെ. ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരങ്ങളെ തട്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി മാളിക മുറിയുടെ അനുഭവം പോലെ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ദൈവത്തിന്റെ തീ കത്തട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്റെ അകത്തെ അഭിഷേകം ജ്വലിക്കട്ടെ. നിന്റെ അകത്തെ ദൈവകൃപ ഇന്ന് രാത്രി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി അതിന് കൊതിക്കുന്നുണ്ട്? ഈ രാത്രി എഴുന്നേറ്റാട്ടെ, 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 എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Holy Spirit, the one that come in this place. Come on. Holy Spirit, the one that come in this place. Omnipotent Father, have mercy and grace. The one come in this place. പ്രിയരെ, ആർക്കൊക്കെയോ ഇന്ന് രാത്രി മനസ്സിലാവും ഇന്നലകളിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം സംസാരിച്ചത് എന്തിനാണ്? എല്ലാവരും നടന്ന വഴികളിൽ കൂടെ നിന്നെ നടത്താതെ നിന്നെ വ്യത്യസ്തരായി നടത്തിയത് എന്തിനാണെന്ന്. ഹല്ലേലൂയ. എല്ലാവരും ചിന്തിച്ചതുപോലെ നിന്നെ ചിന്തിപ്പിക്കാതെ, ഹല്ലേലൂയ, നിന്നെ എന്തിനാ റൂട്ട് മാറ്റി വിട്ടതെന്ന്. കണ്ണടച്ച പ്രിയരെ, സാധാരണ സമയമല്ല. നീ ഒത്തിരി കറപ്റ്റഡ് ആകാതെ ദൈവം എന്തിനാ നിന്നെ സൂക്ഷിച്ചതെന്ന്. ഈ തലമുറയിൽ നിനക്ക് ജീവിക്കാൻ ദൈവം അവസരം തന്നതിന് സ്തോത്രം പറയാമോ? ഈ തലമുറയിൽ യേശുവിനെ അറിയുവാൻ നിനക്ക് ഭാഗ്യം കിട്ടിയതിന് സ്തോത്രം പറയാമോ? ഈ തലമുറയിൽ സുവിശേഷകനായി നിൽക്കാൻ നിനക്ക് അവസരം കിട്ടിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തീയ അതാണ് ആ സഹോദരിമാരുടെ മേൽ കത്തുന്നു. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞു. ആര് കാണാൻ നിൽക്കല്ലേ? ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്നത് പരിശുദ്ധിയാത്മാവിനെ കുറിച്ച്. ഈ രാത്രി ആ നിയോഗങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ തൊടുന്ന, നിന്നെ വിലക്കുന്ന, നിന്നെ ആക്കി വെക്കുന്ന, നിന്നെ ആത്മാവിൽ പിടിഞ്ഞു വിടുന്ന, നിന്നെ പറഞ്ഞു വിടുന്ന, നിന്നെ നിയോഗിച്ചാക്കുന്ന. Come on, receive. Come on, receive. Come on, receive. ഇന്ന് രാത്രി തന്നെ ഈ കൂട്ടത്തിന്റെ അവസാനം വരെ നീ കാത്തിരിക്കണ്ട. ഇപ്പോൾ തന്നെ ഒരു ഔട്ട്പോറിംഗ് ആണ്. ഒരു ഔട്ട്പോറിംഗ് ഈ ജനത്തിന്റെ മേൽ നടക്കട്ടെ. ഒരു അഭിഷേകം ഈ ജനത്തിന്. പിശാചം നീ എത്ര വെല്ലുവിളിച്ചാലും ആമേൻ, ആത്മനിയോഗങ്ങളെ തടയാൻ നിനക്ക് പറ്റത്തില്ല. പരിശുദ്ധ ആത്മനിയോഗങ്ങളെ തടയാൻ പറ്റത്തില്ല. ആമേൻ. സംസ്കാരങ്ങളെ ഇത് പിടിച്ചു കുലുക്കിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ഇന്ന് രാത്രി പിടിച്ചു കുലുക്കുകയാണ്. നീ ഈ അവേക്കിങ്ങിന്റെ ആളാണ്. സ്വീകരിച്ചോ. Hallelujah.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നീ നിന്റെ ജോലി ചെയ്യത്തില്ല, നീ നിന്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വരും. ആമേൻ. നീ രാജ്യത്തിന്റെ ആളായി ഓടാൻ തുടങ്ങും. പിന്നെ നിനക്ക് കോളേജിൽ പോകാൻ പറ്റത്തില്ല, പിന്നെ നിനക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. നീ രാജ്യത്തിന്റെ ആളായി മാറും. Are you Lord God Almighty? Worthy is the Lamb. Come on, Worthy is the come on, come You on. are holy. എത്ര പേർ ഈ രാത്രി നന്ദി പറയോ? Holy. Are you Lord God Almighty? Worthy is the Lamb. Sing, worthy is the Lamb. You are holy. Holy. Are you Lord God Almighty? Worthy is the Lamb. Worthy is the Lamb. You are holy. Holy. Are you Lord God Almighty? Worthy is the Lamb. Worthy is the എല്ലാ യോഗങ്ങളുടെയും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ യോഗത്തിന്റെ ആരംഭത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് താല്പര്യമുണ്ടോ ഈ കർത്താവിന്റെ വേല ചെയ്യാൻ? കാണട്ടെ ആ കരങ്ങൾ ഞാനൊന്ന്. ആ ആ ഹല്ലേലൂയ. അതൊരു പക്ഷെ ജോലിയോട് കൂടായിരിക്കാം. എല്ലാ യോഗത്തിന്റെ അവസാനം ചോദിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ആരംഭത്തിൽ ചോദിക്കട്ടെ, നമുക്കിവിടെ ചടങ്ങുകളില്ല, നമുക്ക് ഇന്ന് രാത്രി നിയോഗങ്ങളാണുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങൾ സമർപ്പിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു, ചില പെൺകുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞ് സമർപ്പിക്കുന്നു. ഇവിടുത്തെ നിശബ്ദതകൾ പോലും അഭിഷേകമായിരിക്കും, ഇവിടുത്തെ മൗനം പോലും അഭിഷേകമായിരിക്കും. ചില കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. ചിലർ പറയുന്നു, ആമേൻ, എനിക്കിത് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ദിര ആരുടെയൊക്കെ ജീവിതത്തിൽ വഴിത്തിരിവിന്റെ രാത്രിയായി ഈ രാത്രി കൂട്ടം മാറുന്നു. നിനക്കറിയാമോ, ആ തിരമാല യൂറോപ്പിനെ മുക്കി, ആ തിരമാല അമേരിക്കയെ മുക്കി, ആ തിരമാല ഇന്ന് നിന്റെ തൊട്ടടുക്കൽ ചൈനീസ് സംസ്കാരത്തിൽ വലിയ വിപ്ലവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏതു നിമിഷവും ഹിമാലയം കടന്നത് ഇന്ത്യയിലേക്ക് കയറും. ഹല്ലേലൂയ. ഏതു നിമിഷവും ഹിമാലയം അത് ക്രോസ് ചെയ്യും. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആമേൻ, സുവിശേഷം യൂറോപ്പിലെത്തിയപ്പോൾ യൂറോപ്പിന്റെ പാർലമെന്റ് പ്രാർത്ഥിച്ചു തുടങ്ങി. സുവിശേഷം അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ബൈബിൾ തൊട്ട് പ്രസിഡന്റായി.
തൊട്ടപ്പുറത്ത് കൊറിയൻ പാർലമെന്റ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. വിശ്വസിക്കുക, അത് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. വിശ്വസിക്കുക. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ഈ തലമുറയിൽ തന്നെ ഇന്ന് രാത്രി എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ നിൽക്കുന്ന കൊച്ചു കുഞ്ഞിന്റെ തലമുറയിൽ അവൾ പറയും ഹല്ലേലൂയ, അറബി നാട് മാറി, അത് യേശുവിനാൽ പിടിക്കപ്പെട്ടു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Every knee shall bow. എത്ര പേർ വിശ്വസിക്കുന്നു? Every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ is Lord. സംഭവിച്ചു കഴിഞ്ഞ് നീ ആമേൻ പറയാൻ നിന്നാൽ നിനക്ക് നിന്റെ ലീഡർഷിപ്പിൽ വരാൻ പറ്റത്തില്ല. ഒന്നും സംഭവിക്കാത്ത ഈ രാത്രി, ഒന്നും സംഭവിക്കാത്ത ഈ മരുഭൂമിയിൽ നീ ഇന്നേ പറ സംഭവിക്കാൻ പോകുന്നു. ഒന്നും സംഭവിക്കാത്ത റാസൽ കൈമയിൽ ഇന്നേ ഹോൾ എടുത്തിടച്ച ആമേൻ. ഒന്നും സംഭവിക്കാത്ത ഫിജറയിലേക്ക് പോ. ഒന്നും സംഭവിക്കാത്ത ആമേൻ 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 ഇറാഖിലേക്ക് പോ. ഒന്നും സംഭവിക്കാത്ത ഇറാനിലേക്ക് പോ. എന്നിട്ട് വിതയ്ക്കാമെങ്കിൽ വിതയ്ക്ക്. നീയും നിന്റെ തലമുറയുമായിരിക്കും ആ ഉണർവിന്റെ ലീഡർഷിപ്പ്. ഹല്ലേലൂയ. കണ്ണടയ്ക്കാം. ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. എത്ര പേർ പറയുന്നത് രാജ്യത്തിന്റെ ആളാകും? ഞാൻ രാജ്യത്തിന് വേണ്ടി നിൽക്കും. എന്റെ പ്രയോറിറ്റി ഇന്ന് മുതൽ കിങ്ഡം ആയിരിക്കും. അപ്പ ഈ ഉയർത്തിയ കരങ്ങളെ ഇപ്പോൾ നീ തൊടുക. ഇപ്പോൾ നീ തൊടുക. നിന്റെ അദൃശ്യ കരമരുടെ കയ്യിൽ പിടിക്കുക. പോകുവീ. കുഞ്ഞാടുകളുടെ മധ്യ ചെന്നായ്ക്കളെ പോലെ അല്ല, ചെന്നായ്ക്കളുടെ മധ്യ കുഞ്ഞാടുകളെ പോലെ അതിനെ അയക്കുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിക്കാൻ തയ്യാറാണോ? ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അത് ബെന്നിഹിന്റെ മാത്രം സ്വത്തല്ല, അത് റെയ്നാഡ് ബോഗയുടെ മാത്രം സ്വത്തല്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ ഇപ്പോൾ ആ സൗഖ്യത്തിന്റെ അഭിഷേകം ജനം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ അഭിഷേകം ജനം സ്വീകരിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. അപ്പൊ അടുത്ത 2 ദിവസങ്ങൾ ഞങ്ങൾ വീണ്ടും കൂടും. ഇന്ന് രാത്രി സമർപ്പിക്കട്ടെ ചിലരുടെ മേൽ ശക്തിയേറിയ അഭിഷേക പകർച്ചകളെ അയക്കണമേ കർത്താവെ. നീ ആഗ്രഹിക്കാത്ത ഒരൊറ്റ ഒരെണ്ണം കർത്താവെ ഈ മീറ്റിംഗിന് വരല്ലേ. നീ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കൊരു ആൾക്കൂട്ടം വേണ്ട കർത്താവേ. ഞങ്ങൾക്കൊരു വലിയ ക്രൗഡ് വേണ്ട കർത്താവേ. ഞങ്ങൾക്ക് രാജ്യത്തെ വഹിക്കുന്ന ഒരു തലമുറയെ തരണമേ. രാജ്യത്തിന്റെ സുവിശേഷ ഭൂമിയുടെ അറ്റത്തോളം എത്തുമ്പോൾ മനുഷ്യപുത്രന്റെ മടങ്ങി വരുവാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച വചനത്തെ സമർപ്പിക്കാം. ഈ വചനം യൂറോപ്പിലെത്തി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അമേരിക്കയിലെത്തി. രാജ്യങ്ങൾ കടന്നു. ഹല്ലേലൂയ. രാജ്യത്തിന്റെ സ്ഥിതി മാറ്റി
ആമേൻ കുടുംബങ്ങളെ മാറ്റി, വ്യക്തികളെ മാറ്റി. ഹല്ലേലൂയ. ആമേൻ ദേശത്തെ ഉന്നതന്മാരാക്കുവാൻ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചെങ്കിൽ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദിവസത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ വാലല്ല തലയാക്കുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. ആമേൻ നാം അവരുടെ പക്ഷമല്ല, അവർ നമ്മുടെ പക്ഷം ചെയ്യുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരെയും വീണ്ടും സമർപ്പിക്കാം. തുടർന്നുള്ള ദിവസങ്ങളുള്ള മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി നാം ആയിരിക്കുന്ന ഈ മണ്ണിലെ ഒരു വലിയ അവേക്കനിംഗ് ആയിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നാം കൂടി വരുന്ന കൂട്ടായ്മകൾ ഒരു വലിയൊരു റിവൈവലിനായിട്ട് നാം ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് കുട്ടി പ്രാർത്ഥനയിൽ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രിക്കായി സ്തോത്രം. നീ ഞങ്ങളെ കൂട്ടി വരുത്തിയല്ലോ. ഞങ്ങളോടുള്ള നിന്റെ ഉദ്ദേശം, നിയോഗം ഇന്ന് രാത്രിയിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒരു കാലത്ത് യെശയ്യാവിനോട് ചോദിച്ചു, ആരെനിക്ക് വേണ്ടി പോകും? ഇന്ന് രാത്രിയിലും നിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ നിയോഗം ഞങ്ങൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവേ ഈ ദിവസങ്ങൾ ഞങ്ങൾ കൃപ തരണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ശക്തമായെടുത്ത് ഉപയോഗിച്ചല്ലോ. അടുത്തുള്ള 2 ദിവസങ്ങൾ ഇനിയും കർത്താവേ നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ തുടർമാനമായ ഞങ്ങളോടുള്ള ആ ദൂത് നീ അറിയിപ്പിക്കണമേ. ഞങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കർത്താവേ, ഈ ദിവസം കർത്താവിന്റെ ദാസനെ ശക്തമായി എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം വഹിച്ച ദൈവദാസന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൃപ കൂടിയിരിക്കും. യേശുവിൻ തന്നെ മേരെ നാമത്തിൽ തന്നെ. ശ്രദ്ധിക്കണമേ, നാളെയും മറ്റന്നാളുള്ള മീറ്റിങ്ങുകളായി 7:30 തന്നെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. സെന്റ് മാർട്ടിൻ ചർച്ചിൽ വെച്ചായിരിക്കും. പ്രാർത്ഥനയോട് കടന്നു ആശീർവാദത്തോടെ കടന്നു വന്നാൽ വീണ്ടും നടക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ കൂടി വരുന്ന ദൈവമക്കളോട് കൂടെ വരുന്ന ദിവസത്തെ മീറ്റിങ്ങുകളോട് കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, പ്രൈസ് ഗോഡ്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.